നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ കയ്യിലിരിപ്പ് കൊണ്ടോ സംഭവിച്ചു പോകുന്നതാണെങ്കിലും ഇത്തരം അവസ്ഥ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? വിവാഹ ജീവിതം മാസങ്ങളോളം പിന്നിട്ടതിന് ശേഷമാണ് ഭർത്താവിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ദുശീലങ്ങളെക്കുറിച്ച് അവൾ അറിഞ്ഞു തുടങ്ങുന്നത്. പലതവണ പറഞ്ഞു നോക്കിയെങ്കിലും തിരുത്തില്ല എന്ന് ഉറപ്പായപ്പോൾ പറച്ചിൽ നിർത്തിയെന്ന് മാത്രമല്ല, അവനോടുള്ള മാനസിക അടുപ്പവും കുറഞ്ഞു. അവന്റെ കാര്യങ്ങൾക്ക് മാത്രം സമീപിക്കുന്ന ഒരുവനായി അവനും തുടർന്നു. വിധി എന്ന് പറഞ്ഞ് അവളും നടന്നു. അനുഭവിക്കുകയല്ലാതെ വേറെ മാർഗങ്ങൾ അവൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ബാപ്പ മരണപ്പെട്ട കാരണത്താൽ ബന്ധുക്കളുടെ സഹായം കൊണ്ട് നടന്ന ഒരു കല്യാണമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവനെ എല്ലായിടത്തും നല്ല ഒരുവനായിട്ടാണ്, നല്ലൊരു ഭർത്താവായിട്ടാണ് അവൾ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് അവളിലേക്ക് മറ്റൊരുവൻ കടന്നു വരുന്നത്. അവളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും അവളെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ തുനിഞ്ഞിറങ്ങി. അവന്റെ വാക്കും കേട്ട് ആദ്യ ഭർത്താവിൽ നിന്നും അവൾ മോചനവും നേടി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ പലയിടത്ത് വെച്ചും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. ഒടുവിൽ അവൻ പറയുകയാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല, വീട്ടുകാർ പറയുന്ന ഒരു കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന്. അവന് നന്നായിട്ട് അറിയാമായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട് ആരും ചോദിക്കാൻ വരില്ലെന്നും അവൾക്ക് ഇതാരോടും പറഞ്ഞു ചെല്ലാൻ സാധിക്കില്ലെന്നും. ആ അവസരമാണ് അവൻ മുതലെടുത്തത്. അവൻ നിനക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് കാണിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുത്തത് നിന്നിൽ വന്ന വീഴ്ചകളാണ്. ഇനി നിനക്ക് മുന്നിൽ 2 മാർഗങ്ങളേ ഉള്ളൂ. അതിലൊന്ന്, നിന്നെ വിശ്വസിച്ച് വഞ്ചിച്ചവന് വേണ്ടി നിനക്ക് പൊരുതാം, മറ്റൊരുവളുടെ ജീവിതം കൂടി നശിക്കാതിരിക്കാൻ വേണ്ടി. അതല്ല എങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക.